പല്ല് തേക്കുമ്പോൾ നമ്മൾ സാധാരണയായി വരുത്തുന്ന പല അശ്രദ്ധകളും നമ്മുടെ പല്ലുകളുടെ പുറമേയുള്ള ആരോഗ്യത്തെ മാത്രമല്ല തകർക്കുന്നത്, അത് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ പോലും നിശബ്ദമായി അപകടത്തിലാക്കുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും ബ്രഷ് കയ്യിൽ കിട്ടിയാൽ പല്ലിന് സമാന്തരമായി മുന്നോട്ടും പിന്നോട്ടും കഠിനമായി ഉരയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിനൊപ്പം പല്ല് തേപ്പ് കഴിഞ്ഞയുടൻ തന്നെ ധാരാളം വെള്ളം ഒഴിച്ച് വായ നന്നായി കുലുക്കുഴുകയും ചെയ്യുന്നു. നമ്മളിൽ പലരും ഒരു ശീലമായി കൊണ്ടു നടക്കുന്ന ഈ കാര്യങ്ങൾ വലിയ ദന്താരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് കാലിഫോർണിയയിലെ പ്രശസ്ത ദന്തരോഗ വിദഗ്ധനായ ഡോക്ടർ മാർക്ക് ബർഹൻ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ ദിവസവും ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിച്ചാൽ പല്ലിന് സമാന്തരമായി ബ്രഷ് ഇട്ട് അമർത്തി ഉരയ്ക്കുന്നത് പല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണ കവചമായ ഇനാമലിനെ പാടെ നശിപ്പിച്ചു കളയും. ഇനാമൽ നഷ്ടപ്പെടുന്നതോടെ പല്ലുകൾക്ക് കടുത്ത പുളിപ്പും കേടുപാടുകളും ഉണ്ടാകാൻ തുടങ്ങുന്നു. കൂടാതെ ഇത്തരത്തിലുള്ള കഠിനമായ ഉരയ്ക്കൽ നമ്മുടെ മോണകളെ പിന്നോട്ട് വലിക്കുകയും മോണകളിൽ വലിപ്പമേറിയ മുറിവുകളോ ക്ഷതങ്ങളോ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. പലരും വരുത്തുന്ന രണ്ടാമത്തെ വലിയ തെറ്റെന്താണെന്നറിയോ? പല്ല് തേച്ച ഉടൻ തന്നെ വെള്ളം ഉപയോഗിച്ച് വായ കുലുക്കുഴിഞ്ഞു കഴുകിക്കളയുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഗുണകരമായ ഘടകങ്ങളും ഫ്ലൂറൈഡും പൂർണ്ണമായി വായിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പേസ്റ്റിന്റെ അംശം കുറച്ചു നേരമെങ്കിലും പല്ലുകളിൽ നിലനിൽക്കുന്നത് പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണപ്രദമാണ്. അത് ഉടൻ തന്നെ കഴുകിക്കളയുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള യഥാർത്ഥ സംരക്ഷണം പല്ലുകൾക്ക് ലഭിക്കാതെ പോകുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടൂത്ത് ബ്രഷിന്റെ കാഠിന്യമാണ്. വിപണിയിൽ ലഭിക്കുന്ന കട്ടിയുള്ള അല്ലെങ്കിൽ ഹാർഡായ ബ്രിസ്ലുകളോ ബ്രഷുകൾ പല്ലുകൾ വൃത്തിയാക്കാൻ കൂടുതൽ നല്ലതാണെന്ന ധാരണ പൂർണ്ണമായും തെറ്റാണ്. ഇത്തരം കട്ടിയുള്ള ബ്രിസ്ലുകൾ പല്ലിന്റെ ഉപരിതലത്തിൽ നിരന്തരമായി ഉരയുമ്പോൾ അത് പല്ലിന് കടുത്ത ക്ഷതമുണ്ടാക്കുന്നു. മൃദുവായ കോശങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ മോണകളെ മുറിവേൽപ്പിക്കുവാനും രക്തസ്രാവം ഉണ്ടാക്കാനും മാത്രമേ ഇത്തരം കടുപ്പമേറിയ ബ്രഷുകൾ സഹായിക്കൂ. ഈ തെറ്റായ ശീലങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ കേവലം ദന്തക്ഷയത്തിലോ മോണരോഗങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വായിൽ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയും മോണരോഗങ്ങളിലെയും അപകടകാരിയായ ബാക്ടീരിയകൾ നമ്മുടെ രക്തചംക്രമണ വ്യൂഹത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ഇടയാകുന്നുണ്ട്. ഇത് രക്തത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിലും തലച്ചോറിലും വരെ ഗുരുതരമായ തകരാറുകൾ സൃഷ്ടിക്കുമെന്ന് ദന്തശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട്. ദന്തശുചിത്വമില്ലായ്മ ഹൃദയാരോഗ്യത്തെയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും വരെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ ഇതിനെ ഒരു ചെറിയ പ്രശ്നമായി തള്ളിക്കളയാനാകില്ല. സാമ്പത്തിക വശങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം തെറ്റായ ശീലങ്ങൾ കാരണം പിൽക്കാലത്ത് ചെയ്യേണ്ടി വരുന്ന ദന്ത ചികിത്സകൾ പലപ്പോഴും വലിയ ചിലവേറിയതാണ്. റൂട്ട് കനാൽ ചികിത്സയോ മോണ ശസ്ത്രക്രിയകളോ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അത് നിങ്ങളുടെ കുടുംബ ബജറ്റിനെ പോലും പൂർണ്ണമായി താളം തെറ്റിച്ചേക്കാം. ഒരു ചെറിയ അശ്രദ്ധ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും വിട്ടുമാറാത്ത ശാരീരിക വേദനകളിലേക്കും നമ്മെ നയിക്കുമെന്ന് ചുരുക്കം. ഇതിനെ എല്ലാം ഉള്ള ഏറ്റവും ലളിതവും പണച്ചെലവില്ലാത്തതുമായ പരിഹാരം നമ്മൾ പല്ല് തേക്കുന്ന രീതി മാറ്റുക എന്നത് മാത്രമാണ്. ബ്രഷ് പല്ലിനെ കുറുകെ ഉരയ്ക്കുന്നതിന് പകരം പല്ലുകൾക്ക് മുകളിലൂടെ വെച്ച് വളരെ മൃദുവായി വട്ടത്തിൽ മാത്രം ചലിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ബ്രഷുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ അതിൽ സ്വാഭാവികമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ടാവും. ഓരോ പല്ലിന് മുകളിലും ബ്രഷ് മൃദുവായി വച്ചു കൊടുത്താൽ മാത്രം മതിയാവും. പല്ല് തേപ്പ് കഴിഞ്ഞാൽ വായയിലെ അധികമുള്ള പത തുപ്പിക്കളയാൻ മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ ഉടൻ തന്നെ വെള്ളമൊഴിച്ച് വായ കഴുകരുത്. പേസ്റ്റിന്റെ അംശം കുറച്ചു സമയം പല്ലിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് പല്ലുകളെ ദ്രവിക്കുന്നതിൽ നിന്നും ബാക്ടീരിയകളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കും. ടൂത്ത് ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും മൃദുവായ അല്ലെങ്കിൽ സോഫ്റ്റായ ബ്രിസ്ലുകൾ ഉള്ളവ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ഉപയോഗിക്കുന്ന ബ്രഷുകളുടെ ആയുസ് മനസ്സിലാക്കുക എന്നത്. ഒരേ ബ്രഷ് തന്നെ മാസങ്ങളോളം ദീർഘകാലം ഉപയോഗിക്കുന്നത് വായയിൽ ബാക്ടീരിയകൾ വളരാൻ കാരണമാകും. അതുകൊണ്ട് ഓരോ 4 മുതൽ 6 ആഴ്ച കൂടുമ്പോൾ പഴയ ബ്രഷുകൾ മാറ്റി പുതിയവ ഉപയോഗിക്കാൻ ഡോക്ടർമാർ കർശനമായി നിർദ്ദേശിക്കുന്നു. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ പല്ലുകളുടെ ആയുസ് ഇരട്ടിയാക്കാൻ സഹായിക്കും. പല്ലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകളോ വേദനയോ വന്നതിന് ശേഷം മാത്രം ഡെന്റിസ്റ്റിനെ കാണാമെന്ന് വിചാരിക്കുന്നത് വലിയൊരു തെറ്റാണ്. കൃത്യമായ ഇടവേളകളിൽ ദന്തരോഗ വിദഗ്ധനെ കണ്ട് പല്ലുകൾ പരിശോധിക്കുകയും പ്രൊഫഷണലായി വൃത്തിയാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ദന്തശുചിത്വം നിലനിർത്തുന്നതിന് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും സംരക്ഷണത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നായതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ഈ അറിവുകൾ അവരിലേക്ക് കൂടി പങ്കുവയ്ക്കുകയും ചെയ്യുക.